اللهم صل على سيدنا محمد الفاتح لما ولق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وبه نستعين اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنف هذا الكتاب اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد 77ാമത്തെ ഹിക്മത്താണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾ പറയണം, സാധാരണ നമ്മളെ ഹിക്മത്തിന്റെ പോലെയല്ല, വളരെ ആന്തരികമായ അർത്ഥതലങ്ങളിലേക്ക് പോകേണ്ട ഒരു ഹിക്മത്താണ് ഇന്ന് പറയാൻ പോകുന്നത്. അത് കുറേയൊക്കെ നമുക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കണം. കുറെ ക്ലാസ് ഇപ്പം നമ്മളങ്ങനെ കേട്ടാലല്ലേ, പക്ഷെ അത് നോക്കിയൊക്കെ നമുക്ക്. മൽ ആരിഫു മൻ ഇദാ അഷാറ വജദൽ ഹഖ അഖറബ ഇലൈഹി മിൻ ഇഷാറതിഹി ബലിൽ ആരിഫു മൻ ലാ ഇഷാറത ലഹു ലിഫനാഇഹി ഫി വുജൂദിഹി വന്ദിവാഇഹി ഫി ശുഹൂദിഹി. മൽ ആരിഫു, ആരിഫ് അല്ല, മൻ ഒരാൾ എന്തല്ല, ആരിഫല്ല. ആരാണ് ആരിഫല്ലാത്ത വ്യക്തി? ഇദാ അഷാറ, അദ്ദേഹത്തിനക്ക് വല്ല സൂചനയും ലഭിച്ചാൽ, എന്തെങ്കിലുമൊക്കെ സിഗ്നൽ അദ്ദേഹത്തിന് കിട്ടി എങ്കിൽ വജദൽ ഹഖ, അദ്ദേഹം ഹഖിനെ അള്ളാഹുവിനെ എത്തിക്കുന്നതാണ്. അഖറബ ഇലൈഹി, അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്തവനായിട്ട് അദ്ദേഹം എന്ത് ചെയ്യും? അള്ളാഹുവിനെ എത്തിക്കും. ഏതിനേക്കാൾ? മിൻ ഇഷാറത്തിഹി, അദ്ദേഹത്തിന് ലഭിച്ച സിഗ്നൽ ഉണ്ടല്ലോ, അതിനേക്കാൾ പെട്ടെന്ന് അദ്ദേഹം അള്ളാഹുവിലേക്ക് എത്തുന്ന ആളാണ്. പക്ഷെ അയാളും എന്തല്ല, ആരിഫല്ല. അപ്പോ എന്തെങ്കിലുമൊക്കെ അശ്രദ്ധയിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അള്ളാഹിനെ കുറിച്ചും പറയുമ്പോൾ, അള്ളാഹിനെ കുറിച്ച് കേൾക്കുമ്പോൾ എന്തെങ്കിലും ഒരു സൂചന ലഭിച്ചാൽ പെട്ടെന്ന് തന്നെ അള്ളാഹുവിലേക്ക് നേരെ ഡയറക്റ്റ് ആയിട്ട് ഓർമ്മ വരുന്ന ആൾ തന്നെയാണ്. അള്ളാഹുവിനെ നേരിട്ട് ആ മഅരിഫത്ത് അത് കിട്ടുന്ന ആൾ തന്നെയാണ്. ഏതിനേക്കാൾ കൂടുതൽ തന്നിലേക്ക് വന്ന സിഗ്നൽ ഉണ്ടല്ലോ, അതൊന്ന് പൂർത്തിയാകുന്ന വേണ്ട, അതിന്റെ മുമ്പ് മുമ്പർക്ക് എന്ത് കിട്ടുന്നുണ്ട്? അള്ളാഹുവിലേക്കുള്ള വഴി ക്ലിയർ ആകുന്നുണ്ട്. പക്ഷെ അയാൾക്കും എന്ത് പറയാൻ പറ്റൂല? ആരിഫ് എന്ന് പറയാൻ പറ്റൂല എന്ന്. ഒന്നുകൂടി ഞാൻ അർത്ഥം വെച്ചുതരാം. മൽ ആരിഫു, ആരിഫ് അല്ല, മൻ ഒരാളല്ല. ഇദാ അഷാറ, അദ്ദേഹത്തിന് വല്ല സൂചനയും ലഭിച്ചാൽ, വജദൽ ഹഖ, അദ്ദേഹം അള്ളാഹുവിനെ എത്തിക്കും. അഖറബ ഇലൈഹി, അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്തവനായിട്ട് അദ്ദേഹം ആരെത്തിക്കും? അള്ളാഹുവിനെ എത്തിക്കും. ഏതിനേക്കാൾ? മിൻ ഇഷാറത്തിഹി, തനിക്ക് ലഭിച്ച സിഗ്നൽ ഉണ്ടല്ലോ, ആ സൂചന, അതിനേക്കാൾ പെട്ടെന്ന് അള്ളാഹുവിലേക്ക് ലയിക്കുന്ന ആളാണ്, എത്തുന്ന ആളാണ്. പക്ഷെ അയാൾക്കും എന്ത് പറയില്ല? ആരിഫ് എന്ന് പറയില്ല. ഞമ്മക്കിപ്പോ അങ്ങനെ തന്നെ ഒന്ന് കിട്ടിയാൽ മതി വെച്ചിട്ടപ്പം നമ്മൾ കാത്തുക്കണം. എന്തെങ്കിലുമൊക്കെ ഒരു വയലിൽ നിന്നോ അല്ലെങ്കിൽ എന്തൊക്കെ ഒരു സൂചന വരുമ്പോ പെട്ടെന്ന് നമുക്ക് അള്ളാഹുവിനെ ഓർമ്മ വരണം എന്നാണ് നമ്മളൊക്കെ എന്ത് ചെയ്യണത്? ആശിക്കണത്. പക്ഷെ അവർക്ക് തന്നെ എന്ത് പറയില്ല? ആരിഫ് എന്ന് അവർക്ക് തന്നെ പറയില്ല. മനസ്സിലാവുണ്ടോ? ഇനി ആരാണ് ഈ ആരിഫ്? ആരിഫ് എന്ന് ആരെ കുറിച്ചേ പറയുള്ളൂ നോക്കുന്നത്. ബൽ എന്നല്ല, അൽ ആരിഫു, ആരിഫ് എന്ന് പറഞ്ഞാൽ മൻ ഒരാളാണ്. ലാ ഇഷാറത ലഹു, അദ്ദേഹത്തിന് എന്തിന്റെ ആവശ്യമല്ല? സിഗ്നലിന്റെ ഒന്നും ആവശ്യമല്ല, സൂചനന്റെ ഒന്നും ആവശ്യമല്ല. എന്താണ് മൂപ്പർക്ക് സിഗ്നലിന്റെ ഒന്നും ആവശ്യമില്ലാത്തത്? ലി ഫനാഇഹി ഫി വുജൂദിഹി, അള്ളാഹുവിന്റെ അസ്തിത്വത്തിൽ അദ്ദേഹം വിലയം പ്രാപിച്ചതിന് വേണ്ടി. അള്ളാഹുവിൽ അങ്ങ് വിലയം പ്രാപിച്ച ആളാണ്. അദ്ദേഹത്തിന് എന്തിന്റെ ആവശ്യമൊന്നുമില്ല, ഒരു സിഗ്നലിന്റെ ഒന്നും ആവശ്യമല്ല. വന്ദിവാഇഹി, അദ്ദേഹം ലയിച്ചതിന് വേണ്ടിയും. ഫി ഷുഹൂദിഹി, അള്ളാഹുവിന്റെ ദർശനത്തിൽ ആണ് ലയിച്ചിക്കാണ്. അതുകൊണ്ട് അള്ളാഹിന് ഓർമ്മ വരാൻ മൂപ്പർക്ക് എന്തിന്റെ ആവശ്യമല്ല? സിഗ്നലിന്റെ ഒന്നും ആവശ്യമല്ല. അങ്ങനത്തെ ആൾക്കേ എന്ത് പറയുള്ളൂ? ആരിഫ് എന്ന് പറയുള്ളൂ. കാരണം ഓൽക്ക് സിഗ്നലിന്റെ ആവശ്യമല്ല. ഓൽ അള്ളാഹുവിൽ അങ്ങ് വിലയം പ്രാപിച്ചവരും അള്ളാഹുവിൽ ലയിച്ച ആൾക്കാരുമാണ്.
മനസ്സിലായി? ഇങ്ങനത്തെ ആളുകൾക്ക് എന്ത് പറയുള്ളൂ? ആരിഫ് എന്ന് പറയുള്ളൂ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു കറാമത്ത് ഒരാളെ കണ്ടാല് മൂപ്പരെ ഒരു മുറബിയായ ഷെയ്ഖാക്കി ഒരു കുത്തുബാണെന്നൊക്കെ നമ്മൾ അങ്ങോട്ട് വെച്ച് കാച്ചലുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മളെ കേരളത്തിന്റെ എന്നല്ല, എന്തെങ്കിലുമൊക്കെ ഒരു അമാനുഷികമായ ഒരു കാര്യം കാണിക്കുമ്പോഴേക്ക് മൂപ്പരെ നമ്മൾ എന്താക്കും? വലിയ ആരിഫാക്കും, വലിയ കുത്തുബാക്കും ആക്കലുണ്ട്. നമ്മൾ നല്ല ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണത്. ആ മക്കാമിലേക്ക് എത്താത്ത ആളുകൾക്ക് ആ മക്കാമ് ചാർത്തി കൊടുക്കുക എന്നുള്ളത് വലിയ പ്രശ്നമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാക്കട്ടെ. ഇനി ആരാണ് ശരിക്കും ആരിഫ് എന്ന് പറയും? എല്ലാവരും കൂടെ മനസ്സിലാക്കണം. ആരാണ് ശരിക്കും ആരിഫ് എന്ന് പറയും? ഫൽ ആരിഫു, ആരിഫ് എന്ന് പറഞ്ഞാൽ യഫ്ന ത്വാലിബു ഫിൽ മത്ലൂബ്, ഓൻ അള്ളാഹുവിനെ തേടുന്ന ആ വ്യക്തി മത്ലൂബായ അള്ളാഹുവിൽ പൂർണ്ണമായി ലയിച്ച ആളാണ്. എല്ലാത്തിലും ലയിച്ച് തന്നെ തന്നെ കാണുന്നില്ല, അള്ളാഹുവിനെ മാത്രമേ മൂപ്പർ എന്ത് ചെയ്യണുള്ളൂ? കാണുന്നുള്ളൂ. ദിക്ർ ചെല്ലുന്ന വ്യക്തി ദിക്റിനെ അവിടെ കാണുന്നില്ല, ഓന്റെ സംസാരം കേൾക്കുന്നില്ല, മദ്കൂറായ അള്ളാഹുവിനെ മാത്രമേ മൂപ്പർ എന്ത് ചെയ്യണുള്ളൂ? കാണുന്നുള്ളൂ. വേറൊന്നിനും കാണുന്നില്ല. ഒരു ഉദാഹരണം പറയാം. ബഹുമാനപ്പെട്ട മൻസൂർ ഹല്ലാജ് റളിയല്ലാഹു അൻഹു, എല്ലാവരും മൂപ്പരെ ചരിത്രം കേട്ടിട്ടുണ്ടാവും. മൻസൂർ ഹല്ലാജ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട സയ്യിദി ജുനൈദുൽ ബഗ്ദാദി. ജുനൈദുൽ ബഗ്ദാദി എന്ന് പറഞ്ഞാൽ ഗൗസുൽ ആലമിന്റെ മുമ്പുള്ള വലിയ കുത്തുബാണ് ആര്? ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി. ആ ജുനൈദുൽ ബഗ്ദാദിന്റെ നേരെ ശിഷ്യനും മുരീദുമാണ് ആര്? ബഹുമാനപ്പെട്ട മൻസൂർ ഹല്ലാജ് തങ്ങൾ. മൻസൂർ ഹല്ലാജ് തങ്ങൾ അനൽ ഹഖ് എന്ന് പറയുന്ന ഒരു വാദം പറഞ്ഞു. ഞാനാണ് പരമമായ സത്യം, ഞാനാണ് പരമമായ സത്യം എന്ന് പറഞ്ഞു. അതായത് ഞാൻ അള്ളാഹുവാണ് എന്ന അർത്ഥമുള്ളൊരു വാക്ക് ആര് പറഞ്ഞു? മൻസൂർ ഹല്ലാജ് തങ്ങൾ പറഞ്ഞു. സത്യത്തിൽ അതിന്റെ അർത്ഥം എന്താണ്? ഞാനേ ഇല്ല, വെറും അള്ളാഹു മാത്രമേ ഉള്ളൂ എന്നാണ് ശരിക്കും അതിന്റെ അർത്ഥം. പക്ഷെ അതിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കാത്ത ഇസ്ലാമിക കോടതി അദ്ദേഹത്തിന് ശിക്ഷ വിധിച്ചു. അദ്ദേഹത്തിനെ കൊല്ലാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അങ്ങനെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ച് ആയിരക്കണക്കിന് ആളുകള് ഒരു വലിയ മൈതാനിയിൽ ഒരുമിച്ച് കൂടി മൻസൂർ ഹല്ലാജ് തങ്ങളെ കൊല്ലാൻ വേണ്ടി പോവുകയാണ്. ആ സമയത്ത് ബഹുമാനപ്പെട്ട മൻസൂർ ഹല്ലാജ് തങ്ങൾ കുട്ടികളെ പോലെ പൊട്ടിച്ചിരിച്ചു എന്നാണ്. അപ്പൊ കണ്ടു നിൽക്കുന്ന ആളുകൾക്ക് അത് വലിയ അത്ഭുതമായി. ഒരു മനുഷ്യൻ മരണപ്പെടാൻ പോകുമ്പോൾ പോലും ചിരിക്കാൻ മാത്രം എന്ത് അത്ഭുതമാണ് മൂപ്പരിൽ ഉള്ളത് എന്ന് ആൾക്കാർക്ക് തോന്നി. അവിടെ കൂടിയിരുന്ന ഒരാൾ ചോദിച്ചു, അല്ല മൻസൂറെ, നിന്നെ കൊല്ലാൻ വേണ്ടി പോകല്ലേ, എന്നിട്ട് പോലും നിങ്ങൾ ഈ സമയത്ത് എന്തുകൊണ്ടാ ചിരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അസ്തിത്വമേ ഇല്ലാത്ത ഒന്നിനെ നിങ്ങൾ എന്തിനാ പിന്നെ ഇല്ലാതാക്കുന്നത്? ഞാൻ എന്നോ ഇല്ല, ഞാൻ എന്ന് പറയുന്ന സാധനം ഇല്ലാതെയായി പോയിട്ടുണ്ട്. അങ്ങനത്തെ എന്നെ നിങ്ങൾ പിന്നെയും ഇല്ലാതെയാക്കണോ? അത് വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ്. എന്നും ഉള്ളവൻ ആര് മാത്രമേ ഉള്ളൂ? അള്ളാഹു മാത്രമേ ഉള്ളൂ. ഞാൻ എന്നേ ഇല്ലാത്തവനാണ്. അത്രക്കും ഉന്നതമായ മക്കാമിലെത്തിയ ആര്? ബഹുമാനപ്പെട്ട മൻസൂർ ഹല്ലാജ് തങ്ങൾ. അവർക്കേ ശരിക്കും എന്ത് പറയുള്ളൂ? ആരിഫ് എന്ന് പറയുള്ളൂ. തന്നെ തന്നെ കാണുന്നില്ല, അള്ളാനെ മാത്രമേ കാണുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ പറയുന്നുണ്ട്, 1000 പ്രാവശ്യം ചാട്ടവാറ് കൊണ്ട് അടിച്ചു മൂപ്പരെ. 1000 പ്രാവശ്യം ചാട്ടവാറ് കൊണ്ട് അടിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന്റെ 2 കൈകൾ മുറിക്കപ്പെട്ടു, കണ്ണ് ചൂഴ്ന്നെടുത്തു. എന്നിട്ട് അള്ളാഹുവിനോട് അദ്ദേഹം പറഞ്ഞത് എന്താണ്? അള്ളാഹുവേ, നീ എന്താണ് ഉദ്ദേശിച്ചത്? നീ അത് നിറവേറ്റുക, എല്ലാ ഹംദും നിനക്കാണ്. ആ മരിക്കുന്ന സമയത്ത് പോലും മൻസൂർ ഹല്ലാജ് തങ്ങൾ പറഞ്ഞു. കാരണം അദ്ദേഹത്തെ കൊല്ലുന്ന ആൾക്കും കണ്ടു നിൽക്കുന്ന ആളുകൾക്കും ഇതിന്റെ രഹസ്യം മനസ്സിലായില്ല. രഹസ്യം മനസ്സിലായ ആൾക്ക് വേദന പോലും ഇല്ലാത്ത രൂപത്തിലാണ് ബഹുമാനപ്പെട്ട മൻസൂർ ഹല്ലാജ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞത്. സത്യത്തിൽ അങ്ങനത്തെ ആളുകൾക്ക് എന്ത് പറയുള്ളൂ? ആരിഫ് എന്ന് പറയുന്നു. ബലിൽ ആരിഫു, ആരിഫ് എന്ന് പറഞ്ഞാൽ മൻ, ഒരാളാണ്. ലാ ഇഷാറത്ത ലഹു, അദ്ദേഹത്തിന് എന്തിന്റെ ആവശ്യമല്ല? ഒരു സിഗ്നലിന്റെ ഒന്നും ആവശ്യമല്ല. എന്താ കാരണം? ലി ഫനാഇഹി, അദ്ദേഹം വിലയം പ്രാപിച്ചതിന് വേണ്ടി, ഫി വുജൂദിഹി, അള്ളാഹുവാകുന്ന ആ അസ്തിത്വത്തിൽ അദ്ദേഹം വിലയം പ്രാപിച്ച കാരണത്തിന് വേണ്ടി, വന്ദിവാഇഹി, അദ്ദേഹം ലയിച്ചതിന് വേണ്ടിയും, ഫി ഷുഹൂദിഹി, അള്ളാഹുവിന്റെ ദർശനത്തിൽ. അള്ളാഹുവിനെ അല്ലാതെ മൂപ്പർ എന്ത് ചെയ്യണില്ല? ഒന്നും കാണുന്നില്ല. ലാ മൗജൂദ ഇല്ലല്ലാന്റെ മക്കാമിലെത്തിയ ആളാണ്. ഇങ്ങനത്തെ ആൾക്ക് എന്തു പറയുള്ളൂ? ആരിഫ് എന്ന് പറയുള്ളൂ. യഥാർത്ഥ ആരിഫ്. ഇനി ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ തങ്ങൾ അദ്ദേഹത്തിന്റെ കുനൂസുൽ അഷ്റയിൽ പറയുന്നുണ്ട്, ഒരു പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം റിഖുൻ, അടിമയാണ്. ഏതിന്റെ അടിമ? അദ്ദേഹം പഠിച്ച ഇൽമിന്റെ അടിമയാണ് ആര്?
ആലിം എന്ന് പറയുന്ന ആൾ. ആരിഫ് എന്ന് പറഞ്ഞാലോ, ഇപ്പൊ നേരത്തെ പറഞ്ഞ ആരിഫ് ഉണ്ടല്ലോ, സിഗ്നൽ കിട്ടിയാൽ മാത്രം അള്ളാഹുവിനെ മനസ്സിലാകുന്ന ആരിഫ്, ആ ആരിഫ് മുക്കാത്തബാണ്, സ്വതന്ത്രപത്രം എഴുതപ്പെട്ട ആളെ പോലെയാണ്. അദ്ദേഹം യഥാർത്ഥ അടിമയല്ല, മോചിതനാകാൻ അയക്കണ്, പക്ഷെ ഇന്ന് ആരായിട്ടില്ല, മോചിതനായിട്ടില്ല. എന്നാൽ വൽ വാഖിഫു, യഥാർത്ഥ ആരിഫ് എന്ന് പറയുന്നത് അദ്ദേഹം ഹുറുൻ, അദ്ദേഹമാണ് സത്യത്തിൽ എന്ത്, സ്വതന്ത്രൻ. ഒരു പ്രതിബന്ധങ്ങളും ഇല്ലാതെ അള്ളാഹുവിൽ ലയിച്ചങ്ങ് പോകുന്ന ആൾക്കാണ് സത്യത്തിൽ എന്ത് പറയാ, ആരിഫി എന്ന് പറയാ. ഞാൻ അവിടെ തന്നെ ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്, അൽ ആലിമു, പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ യന്തഖിലു ഇലൽ ആഖിറത്തി ബിൽ മൗത്ത്, മരണം കൊണ്ട് ആഖിറത്തിലേക്ക് നീങ്ങുന്ന ആളാണ് ആര്, ആലിമ് എന്ന് പറഞ്ഞാൽ. എന്നാൽ വൽ ആരിഫു, ആരിഫി എന്ന് പറഞ്ഞാൽ യന്തഖിലു ഇലൽ ആഖിറത്തി ബിദൂനി മൗത്ത്, മരണം കൂടാതെ അള്ളാഹുവിലേക്ക് പോകുന്ന ആളാണ് ആര്, ആരിഫ്. എന്നാൽ യഥാർത്ഥ ആരിഫ് ആരാണ്, ലാ യന്തഖിലു, മൂപ്പർ എന്ത് ചെയ്യുന്നില്ല, അള്ളാഹുവിലേക്ക് പോകുന്നില്ല. ഫലഹു സുബൂത്ത്, അത് അദ്ദേഹം എപ്പോഴോ അള്ളാഹുവിലാണ്, ഇനി അള്ളാഹുവിലേക്ക് വേറെ പോകേണ്ട ആവശ്യമല്ല. ഇവിടുന്ന് അദ്ദേഹത്തിനക്ക് ദുനിയാവില്ല, ആഖിറല്ല, ഒന്നുമില്ല. ദുനിയാവിലും അള്ളാഹിന്റെ കൂടെയാണ്, ആഖിറത്തിലും മൂപ്പർ ആരുടെ കൂടെയാണ്, അള്ളാഹിന്റെ കൂടെയാണ്. അങ്ങനത്തെ ആളുകൾക്ക് സത്യത്തിൽ എന്ത് പറയുള്ളൂ, ആരിഫ് എന്ന് പറയുള്ളൂ എന്നാണ്. ശ്രദ്ധിക്കണം, ആരിഫിനെ സംബന്ധിച്ച് ആലിം ആരാണ്, മരിച്ച ആളെ പോലെ. ഈ സിഗ്നൽ കിട്ടിയാൽ അള്ളാഹിന്റെ ഓർമ്മ വരുന്ന ആരിഫ് ഉണ്ടല്ലോ, ആ ആരിഫിനെ സംബന്ധിച്ച് ആലിം ആരെ പോലെയാണ്, മരിച്ച ആളെ പോലെ. എന്നാൽ യഥാർത്ഥ ആരിഫിനെ സംബന്ധിച്ച് ഈ നേരത്തെ പറഞ്ഞ ആരിഫ് ആരാണ്, മരിച്ചവനെ പോലെ. യഥാർത്ഥത്തിൽ ജീവിക്കുന്ന ആൾ ആര് മാത്രമേ ഉള്ളൂ, അള്ളാഹുവിലങ്ങ് വിലയം പ്രാപിച്ച ആള് മാത്രമേ എന്ത് ചെയ്യുള്ളൂ. കാരണം അള്ളാഹുവിലങ്ങ് ലയിച്ച പിന്നെ സ്വന്തത്തിന് അവരെന്ത് ചെയ്യൂല, കാണൂല. അതിലൊരു ചരിത്രം ശ്രദ്ധിക്കണം കേട്ടോ, ഇതിലൊരു ചരിത്രം പറയുന്നുണ്ട്, ശ്രദ്ധിക്കണം. ബഹുമാനപ്പെട്ട സയ്യിദുന ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു, ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യനെ പറഞ്ഞയച്ചു. ആരിലേക്ക് എന്നറിയാം, അബൂ യസീദ് അൽ ബിസ്താമി എന്ന് പറയുന്ന മഹാനിലേക്ക് പറഞ്ഞയച്ചു. ആര്, ദുന്നൂനുൽ മിസ്രി എന്ന് പറയുന്ന മഹാൻ അബൂ യസീദ് അൽ ബിസ്താമി എന്ന് പറയുന്ന മഹാന്റെ അരികിലേക്ക് പറഞ്ഞയച്ചു. എന്തിന്, ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി പറഞ്ഞയച്ചതാ. എന്താണ് അദ്ദേഹത്തിന്റെ വിശേഷം എന്നൊക്കെ അറിയാൻ വേണ്ടി പറഞ്ഞയച്ചത്. അങ്ങനെ അബൂ യസീദ് ബിസ്താമിന്റെ വീടിന്റെ അടയാളൊക്കെ പറഞ്ഞു കൊടുത്തു. ഇന്ന സ്ഥലത്താണ് ബിസ്താമി എന്ന് പറയുന്ന സ്ഥലത്ത്, ഇന്ന സ്ഥലത്ത് മൂപ്പരെ വീട്, അതിന്റെ അടയാളൊക്കെ പറഞ്ഞു കൊടുത്തു. ആര്, ദുന്നൂനുൽ മിസ്രി. ശിഷ്യൻ ഉസ്താദ് പറഞ്ഞതിനനുസരിച്ചിട്ട് എന്ത് ചെയ്തു, ദുന്നൂനുൽ മിസ്രി പറഞ്ഞ അനുസരിച്ചിട്ട് മൂപ്പര് അബൂ യസീദ് ബിസ്താമിനെ കാണാൻ വേണ്ടി ഫലമ്മാ ജാഅ അർ-റജുലു ഇലാ ഖറിയത്തി ബിസ്താം, ബിസ്താം എന്ന് പറയുന്ന നാട്ടിലേക്ക് ഈ മുരീദ് എത്തി, ശിഷ്യൻ എത്തി. അദ്ദേഹം ഒരുപാട് ആൾക്കാരോട് ചോദിച്ചപ്പോ ആ വീടിന്റെ അടയാളം ഒന്നുകൂടിയും പറഞ്ഞു കൊടുത്തു. അപ്പൊ ആ വീടിന്റെ മുമ്പിലേക്ക് ചെന്നു. ആ വീടിന്റെ മുമ്പിലുണ്ട് ആര് നിൽക്കണ്, അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു. അപ്പോ അബൂ യസീദ് ബിസ്താമിനെ കണ്ടപ്പോ അദ്ദേഹത്തോട് ചോദിച്ചു, അബൂ യസീദ് ബിസ്താമിനെ നിങ്ങൾ കണ്ടുക്കണോ ചോദിച്ചു. അബൂ യസീദ് ബിസ്താമിനെ നിങ്ങൾ കണ്ടുക്കണോ? അപ്പോ അബൂ യസീദ് ബിസ്താമി പറഞ്ഞു, മൻ അബൂ യസീദ്, ആരാണോ അബൂ യസീദ്? വ ഐന അബൂ യസീദ്, എവിടെയാണ് അബൂ യസീദ്? അനഫി തൊലബി അബി യസീദ്, ഞാനും ആരെ തേടാണ്, അബൂ യസീദിനെ തേടാണ്. അപ്പൊ ഈ വന്ന ആള് പറഞ്ഞു, ഈ വന്ന ആളുണ്ടല്ലോ, ഹാദാ മജ്നൂൻ, ഇതൊരു പ്രാന്തനാന്ന് തോന്നുന്നത്, ഇതൊരു പ്രാന്തനാണെന്നാണ് തോന്നുന്നത്. അബൂ യസീദ് ബിസ്താമിനോട് ചോദിക്കാണ്, നിങ്ങൾ അബൂ യസീദിനെ അറിയും ചോദിക്കും. മൂപ്പര് പറയണത്, ആരാണ് അബൂ യസീദ്? അബൂ യസീദ് എവിടെയാണ്? ഞാനും ആരെ തേടാണ്, അബൂ യസീദിനെ അന്വേഷിക്കുകയാണ്. അങ്ങനെ ഈ ശിഷ്യൻ എന്ത് ചെയ്തു, തിരിച്ച് ബഹുമാനപ്പെട്ട ദുന്നൂനുൽ മിസ്രിന്റെ അരികിലേക്ക് ശിഷ്യൻ മടങ്ങി ചെന്നിട്ട് ഫഅഖ്ബറഹു ബിമാ ഷാഹദ, അവിടെ ഉണ്ടായ കാര്യങ്ങളൊക്കെ ആരോട് പറഞ്ഞു കൊടുത്തു? ദുന്നൂനുൽ മിസ്രിനോട് പറഞ്ഞു കൊടുത്തു. ഫബക്കാ ദുന്നൂനുൽ മിസ്രി അങ്ങോട്ട് കരഞ്ഞു. വഖാല, അദ്ദേഹം പറഞ്ഞു, അഖി അബൂ യസീദ്, എന്റെ സഹോദരനായ അബൂ യസീദ് ഒക്കെ ദഹബ ഫി ദാഹിബീന ഇലല്ലാഹ്, അദ്ദേഹം അള്ളാഹുവിലേക്ക് പോയ ആളാണ്. കാരണം മൂപ്പരെ കാണുന്നില്ല, അള്ളാഹിനെ മാത്രം എന്ത് ചെയ്യണുള്ളൂ, കാണുള്ളൂ. അതുകൊണ്ടാ മൂപ്പര് ചോദിക്കണത്, ആരാണ് അബൂ യസീദ്? ഇപ്പൊ ഞാൻ ചോദിക്കാണ് നിങ്ങളോട്, ആരാണ് ഉവൈസ്? ഉവൈസ് പറഞ്ഞ ആൾ എവിടെയാണ്? ഞാൻ ഉവൈസിനെ തീർന്നുണ്ട്. നിങ്ങൾ എന്താ പറയാ, നമ്മളെ ഉസ്താദിന് ഭയങ്കര ഭ്രാന്ത് പിടിച്ചിരിക്കണ, ഒരു കുഴപ്പമാണ് വരുമ്പോ നിങ്ങൾ പറയാം. അങ്ങനെ തന്നെയല്ല പറയാ. മൂപ്പര് അങ്ങനല്ല, മൂപ്പര് അള്ളാഹുവിനെ മാത്രം ലയിച്ചിട്ട് അബൂ യസീദിനെ മറന്നുപോയി, അള്ളാഹുവിൽ അങ്ങ് വിലയം പ്രാപിച്ചു പോയി. ഇങ്ങനത്തെ ആളുകൾക്ക് എന്തു പറയുള്ളൂ, യഥാർത്ഥത്തിൽ ആരിഫ് എന്ന് എന്ത് ചെയ്യുള്ളൂ പറയുള്ളൂ.
അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മൻസൂർ ഹല്ലാജ് തങ്ങൾ പറഞ്ഞു, അനമൻ അഹുവ വമൻ അഹുവ അന. വല്ലാത്ത ലോകത്ത് വല്ലാതെ ചർച്ച ചെയ്യപ്പെട്ടൊരു വാക്കാണത്. അനമൻ അഹുവ വമൻ അഹുവ അന. ഞാൻ ആരെയാണോ പ്രണയിക്കുന്നത് അവൻ ഞാനാണ്. ഞാൻ ആരെയാണോ പ്രണയിക്കുന്നത് അവൻ ഞാനാണ്. എന്നെ പ്രണയിക്കുന്നവനോ അവനും ഞാനാണ്. വല്ലാത്തൊരു അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ആര് പറഞ്ഞത്, മൻസൂർ ഹല്ലാജ് തങ്ങൾ പറഞ്ഞത്. ഞാൻ ആരെയാണോ പ്രണയിക്കുന്നത് അവൻ ഞാനാണ്. ഞാൻ പ്രണയിക്കുന്ന ഞാനും ആരാണ്? അവനാണ്. ഞാൻ പ്രണയിക്കുന്ന ഞാനും അവനാണ്. കാരണം അത്രമാത്രം അള്ളാഹുവിലെങ്ങ് ലയിച്ചു പോയി, അള്ളാഹുവിനെ അല്ലാതെ വേറൊന്നിനും കാണാത്തൊരവസ്ഥയിലേക്ക് എത്തുക. അങ്ങനത്തെ ആൾക്കേ എന്ത് പറയുള്ളൂ? ആരിഫ് ആരിഫ് എന്ന് പറയുള്ളൂ. ഇനി ഇവിടെ തന്നെ ഈ കുനൂസുൽ അസ്റ എന്ന് പറയുന്ന കിതാബിൽ കാണാം, അൽ ആലിമു, ഒരു പണ്ഡിതൻ എന്ന് പറയുന്ന വ്യക്തി, യുസല്ലി, അദ്ദേഹം നിസ്കരിക്കുന്നവനാണ്. നിസ്കാരത്തിൽ അദ്ദേഹത്തിന് ഖുശൂ ഉണ്ടാവും, ഭയഭക്തി ഉണ്ടാവും. അങ്ങനത്തെ ആൾക്കാണ് എന്ത് പറയാ? ആലിമ് എന്ന് പറയാം. എന്നാൽ വൽ ആരിഫു, ആരിഫ് എന്ന് പറയുന്ന വ്യക്തി നിസ്കാരത്തിൽ അള്ളാഹുവിന്റെ ദിവ്യ ദർശനങ്ങൾ ലഭിക്കുന്ന ആളാണ് ആര്? ആരിഫ്. എന്നാൽ യഥാർത്ഥ ആരിഫ് എന്ന് പറഞ്ഞാൽ തഫ്തഖിറു ബിഹി അസ്സലാഹ്, നിസ്കാരം അവനെ കൊണ്ട് ഫഖ്റ് നടിക്കുന്ന, നിസ്കാരം പോലും അവനെ കൊണ്ട് ഫഖ്റ് നടിക്കും. അങ്ങനത്തെ ആൾക്ക് എന്ത് പറയുള്ളൂ? ആരിഫി എന്ന് പറയുള്ളൂ. മാത്രമല്ല വൽ കഅബതു തതൂഫു ഹൗലഹു, മൂപ്പര് കഅബനെ അങ്ങോട്ട് ചുറ്റല്ല, കഅബ അദ്ദേഹത്തെ ഇങ്ങോട്ട് ചുറ്റും. വൽ ജന്നത്തു, സ്വർഗം എന്ന് പറയുന്നത് ഈ വ്യക്തിയിലേക്ക് പോലും ആഗ്രഹിക്കും. അത്രയും വലിയ മക്കാമിലുള്ള ആൾക്കാണ് എന്ത് പറയുള്ളൂ? ആരിഫി എന്ന് പറയുള്ളൂ. അങ്ങനത്തെ ആൾക്കേ സത്യത്തിൽ അള്ളാഹുവിനെ മനസ്സിലാക്കിയ ആള്, അള്ളാഹുവിനെ അറിഞ്ഞ ആള് എന്ന് പറയുള്ളൂ. അള്ളാഹു താല പറഞ്ഞില്ലേ, കുന്തു കൻസം മഖ്ഫിയ, അല്ലെ, ഞാനൊരു മറയപ്പെട്ട നിധിയായിരുന്നു. അങ്ങനെ എന്നെ അറിയാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു? ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരെയും സൃഷ്ടിച്ചു. എന്തിനു വേണ്ടി? എന്നെ ജനങ്ങൾ അറിയണം, അതിനു വേണ്ടിയിട്ട്. അപ്പൊ നമ്മളൊക്കെ അള്ളാഹു താല പഠിച്ചത് അള്ളാഹുവെ ആകുന്ന രഹസ്യത്തെ അറിയാൻ വേണ്ടിയിട്ടാ, ആ സത്തയെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാ. മനസ്സിലാവുണ്ടോ? ആ സത്തയെ പൂർണ്ണമായി മനസ്സിലാക്കിയൾക്ക് എന്ത് പറയുള്ളൂ? ആരിഫ് എന്ന് പറയുള്ളൂ എന്നാണ് ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കദരി തങ്ങൾ എന്ത് ചെയ്യണത്? പറയുന്നത്. അതുകൊണ്ട് ദുനിയാവിനോടുള്ള ബന്ധങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? ഒഴിവാക്കുക. സമ്പത്തിനോടുള്ള ആഗ്രഹങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? ഒഴിവാക്കുക. എന്നാൽ പൂർണ്ണമായി നമ്മൾ അള്ളാഹുവിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇങ്ങോട്ട് തരും. വമൻ യൂതൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറ. ആർക്കെങ്കിലും അള്ളാഹു താല ദിവ്യജ്ഞാനം കൊടുത്തു കഴിഞ്ഞാൽ ഫഖദ് ഊതിയ ഖൈറൻ കസീറ, അള്ളാഹു താല അവനക്ക് ഒരുപാട് ഖൈറുകൾ നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ നസ്സായി കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ അള്ളാഹുവിലേക്ക് മാത്രം തിരിഞ്ഞാൽ എല്ലാം അള്ളാഹു താല നമുക്ക് തരും. അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിഞ്ഞാലോ നമുക്ക് പ്രയാസങ്ങളേക്കാരം, പ്രശ്നങ്ങളേക്കാരം, ബുദ്ധിമുട്ടുകളേക്കാരം, അല്ലെ? അതുകൊണ്ടാണ് ഔലിയാക്കൾക്കുള്ള ഏറ്റവും വലിയ ചിഹ്നമായ പരിശുദ്ധ ഖുർആൻ പറയുന്ന ഒരായത്തുണ്ടല്ലോ, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർക്കൊരു പേടിയോ ദുഃഖമോ ഒന്നും ബാധിക്കാത്ത ആൾക്കാരാണ് അള്ളാഹിന്റെ ആരിഫ്യങ്ങൾ. എന്താ കാരണം? ഓല അള്ളാഹുവിലെങ്കിൽ ലയിച്ച ആൾക്കാരാണ്. പിന്നെ ഓല ആര് പേടിപ്പിക്കാനാണ്? അള്ളാഹുവിനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ലോകത്തൊരു വസ്തുവിനും എന്ത് ചെയ്യാൻ പറ്റും? ഒരു വസ്തുവിനും ഓനെ പേടിപ്പിക്കാൻ കഴിയില്ല. ഒരു മനുഷ്യൻ അള്ളാഹുവിനെ ഭയപ്പെട്ടാൽ ലോകത്തുള്ള എല്ലാ വസ്തുക്കളും അവനെ ഭയപ്പെടുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ നമുക്കൊക്കെ ഇപ്പൊ ഇന്ന് നമ്മുടെ രാജ്യത്ത് അനുഭവിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ എന്താണ്? നമ്മളെ മനസ്സിൽ ഈമാനില്ല. നമ്മൾ അള്ളാഹു താലാനെ ഭയപ്പെടുന്നില്ല. അതുകൊണ്ട് ശത്രുക്കൾക്ക് നമ്മളെ യാതൊരു വിലയില്ല. എന്നാൽ നമ്മൾ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആൾക്കാരാണെങ്കിലോ നമ്മുടെ അടുത്തേക്ക് പോലും അവർ വരാൻ പേടിക്കും. ആ ഒരു അവസ്ഥയിലേക്ക് എത്താൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായും അള്ളാഹുവിൽ വിലയം പ്രാപിക്കുന്ന, അള്ളാഹുവിൽ ഫനാ ആകുന്ന ഒരവസ്ഥ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.